Hello friends, welcome back to Tinto's Life. So, hope you all are doing great. അപ്പോൾ ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് അധികം ആർക്കും അറിയാത്ത ഒരു ലക്ഷറി ഫാം സ്റ്റേയിലേക്കാണ് യാത്ര പുറപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻട്രവെലിന്റെ പത്തനാപുരത്തുള്ള ഓഫീസിൽ നിന്ന് ഒരു ഉച്ചയോട് കൂടിയാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു കിടിലൻ ആംബിയൻസിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഒക്കെ ആയിട്ട് സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണിതെന്ന് ഒരുപാട് നല്ല റിവ്യൂസ് കണ്ടതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫാം സ്റ്റേ തന്നെ ഇപ്രാവശ്യത്തെ ട്രിപ്പിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ വി ഹാവ് ഫൈനലി അറൈവ്ഡ് അറ്റ് അവർ ഡെസ്റ്റിനേഷൻ എറ ഫാം. ഈ പ്രീമിയം ഫാം സ്റ്റേ വരുന്നത് പെരിന്തൽമണ്ണ വളാഞ്ചേരി റോഡിലാണ്. ഫുൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ വളരെ ലക്ഷറിയസ് ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ഒരു ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു എറ ഫാം. കയറി വരുമ്പോൾ തന്നെ ഈ കാണുന്നത് പോലെ ഒരു ചെറിയ ഗാർഡൻ ഒക്കെ ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേയുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കൊരു ട്രഷർ ഹണ്ട് ഗെയിമിലൂടെ കണ്ടാലോ? ഒരു ടീമിൽ 4 ആള് ഞാൻ വെച്ചിട്ട് 3 ടീമാണ്. അപ്പൊ ടീം ഞാൻ അങ്ങനെ കാര്യം ടീം എ മെഹ്നാസ്, പെസ്സി, ഇൻഷാൻ, ചന്ദൻ. വിന്നേഴ്സ് സോ ഈ ഒരു ട്രഷർ ഹണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ 9 സ്പോട്ട്സ് ആണ് ആക്ച്വലി സെലക്ട് ചെയ്തിട്ടുള്ളത്. സോ ഓരോ സ്പോട്ടിൽ നിന്നും അവർക്ക് കിട്ടുന്ന ക്ലൂ അനുസരിച്ചിട്ട് നെക്സ്റ്റ് സ്പോട്ടിലേക്ക് അവർ മൂവ് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എല്ലാവരും ഓരോ ക്ലൂ കിട്ടുകയും അത് ഐഡന്റിഫൈ ചെയ്യുന്നതിൻ്റെ ഒരു തിരക്കിലാണുള്ളത്. ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യട്ടോ, അല്ലെങ്കിൽ അടുത്ത ആൾക്കാർ അത് കവർ ചെയ്ത് പോകും. ഓരോ ടീമും തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസിനെ ബേസ് ചെയ്തിട്ട് സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് ഫൈനൽ ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് ഫസ്റ്റ് എത്തിച്ചേരാനുള്ള ഓട്ടത്തിലാണ്. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഈ സ്റ്റേ മൊത്തം ഒന്ന് ചുറ്റിക്കണ്ടാലോ? അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എറ ഫാം സ്റ്റേയുടെ ഫ്രണ്ട് വ്യൂ വരുന്നത്. കയറി വരുമ്പോൾ തന്നെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വരാന്തയൊക്കെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റേക്ക് ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേയുടെ ഇന്റീരിയർ ഒന്ന് കാണാം. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെയൊക്കെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് റൂമാണ് ഇവിടെ ഉള്ളത്.
കോസി ആംബിയൻസോട് കൂടി സെറ്റപ്പ് ചെയ്തിട്ടുള്ള ബെഡ് സ്പേസ് ആണ് ഇവിടെയുള്ളത്. 15ഓളം വരുന്ന വലിയ ഒരു ഫാമിലി ഓർ ഫ്രണ്ട്സ് ഗ്രൂപ്പിനെ അക്കോമഡേറ്റ് ചെയ്യുവാനായിട്ട് ഈ ഒരു ഫാം ഹൗസിന് പറ്റും. ഇനി നിങ്ങൾക്ക് സെൽഫായിട്ട് കുക്ക് ചെയ്യണോ? എന്നാൽ അതിനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ഈ ഒരു കിച്ചണിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂംസിന്റെ ഒക്കെ ഒരു ഡീറ്റെയിലിങ്ങും ഭംഗിയും ഒക്കെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. നല്ല അടിപൊളി ഇന്റീരിയേഴ്സോട് കൂടിയാണ് എല്ലാ ഏരിയാസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് നല്ല ഫോട്ടോസ് ഒക്കെ ക്ലിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണിത്. നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ സ്പോട്ട് തന്നെയാണ് കേട്ടോ ഈ എറ ഫാം. കാരണം എവിടെ നോക്കിയാലും നല്ല പച്ചപ്പാണ്. നമ്മൾ വലിയൊരു ഗ്യാങ്ങായി വന്നാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണിത്. ഇവിടെ ആക്ച്വലി ഒരു അടിപൊളി കുളവും ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 47 ഏക്കറിലാണ് ഈ ഒരു ഫാം ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫാം ഹൗസിലെ ഏറ്റവും
വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള പൂളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ ഒരു ബ്രിഡ്ജ് കടന്നാൽ പൂളെത്തി. ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു പൂള് നമ്മുടെ ഈ ഏരിയയിലൊന്നും ഞാൻ ഈ അടുത്ത് കണ്ടിട്ടില്ല. സോ നമ്മൾ ഈ ഫാം സ്റ്റേ ഓൾമോസ്റ്റ് എല്ലാ ഏരിയാസും എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ട്രഷർ ഹണ്ടുകാർ എന്തായിന്ന് അറിയണ്ടേ? അവർക്ക് ആർക്കെങ്കിലും കിട്ടിയോ എന്നുള്ളത് നമുക്കൊന്ന് അറിയണ്ടേ? സോ നമുക്ക് അവരുടെ അടുത്തേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മുടെ ട്രഷർ ഹണ്ട് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ വിന്നേഴ്സിനെയും കിട്ടിയിട്ടുണ്ട്. വിന്നേഴ്സും ലൂസേഴ്സും തമ്മിലുള്ള ചെറിയൊരു ആർഗ്യുമെന്റ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇത്തരത്തിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്. കാരണം നമ്മുടെ ഒരു ടീം ബിൽഡിങ്ങും അതേപോലെ തന്നെ ഒരു കോർഡിനേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഗെയിംസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ട്രഷർ ഹണ്ട് ഗെയിമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും സൺസെറ്റും ആയി. സോ നമുക്കിനി ഈ ഫാം ഹൗസിലെ വേറൊരു അട്രാക്ഷൻ ആയിട്ടുള്ള കുതിര സവാരിക്ക് പോയാലോ? ആദ്യമായിട്ടാണ് ഒരു ഫാം ഹൗസിൽ കുതിര സവാരി ഞാൻ കാണുന്നത്. ആ ഓടി വരുന്നത് ആരാണെന്ന് നോക്കിക്കേ, അതാണ് നമ്മുടെ അബു. അതെന്താ നിധി? അത് നിധി നിധി അതെന്താ എന്താ നിധി? അത് ഓരോരുത്തരായി കുതിര സവാരിക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ ഈ കാണുന്നത്. ഒന്നിങ്ങോട്ട് നോക്ക് മാഷെ, എവിടെ ആൾക്ക് ഒരു മൈൻഡും ഇല്ല. ഈ കാണുന്ന ഭാഗത്തായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്ലേ ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. Chindu, follow me. Chindu. Oh, Amma, this is too tough. Idu pachilla. എന്നെ പാട്ടൊക്കെ ചെയ്തോണ്ട് വേണം. One, two, three, start! Yay! എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഈ ഒരു അടിപൊളി ഫാം ഹൗസ് ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ദിസ് ഇസ് മീ ടിൻറ്റു സൈനിങ് ഓഫ് ഫ്രം ടിൻറ്റൂസ് ലൈഫ്.